ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ICD 10CM 2025 അപ്ഡേറ്റ്സിനെ പറ്റിയിട്ടാണ്. അപ്ഡേറ്റ്സ് വന്നിട്ട് കുറച്ച് ദിവസങ്ങളായി. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്കറിയാം, എല്ലാ വർഷവും ഒക്ടോബർ 1 നമ്മൾ അപ്ഡേറ്റ്സുകൾ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ CPC എക്സാം ഒക്ടോബർ 1 ശേഷം എഴുതുന്നവർക്ക് ഇത് ബാധകമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ അപ്ഡേറ്റ്സ് എന്തായാലും നന്നായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. നമുക്ക് ഒരു 5 അപ്ഡേറ്റ്സ് മാത്രമേ ഗൈഡ് ലൈൻസിൽ വന്നിട്ടുള്ളൂ. നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ അപ്ഡേറ്റ്സ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ മാത്രമല്ല, ഇൻ്റർവ്യൂസിനും, അതായത് ഇപ്പോൾ ഈ വരുന്ന ഇൻ്റർവ്യൂസൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ അവർ മാക്സിമം ചോദിക്കുന്ന, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ചോദിക്കാൻ പറ്റിയ ഒരു ഏരിയയാണ് ഇപ്പോഴത്തെ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ജനറൽ ഐഡിയ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങളൊന്ന് കാര്യം മനസ്സിലാക്കുക, ഗൈഡ് ലൈൻസിന് മാത്രമല്ല, നമുക്ക് കോഡ്സുകൾ വന്നിട്ടുണ്ട്. അതായത് ICD 10CM പുതിയ കോഡ്സുകൾ വന്നിട്ടുണ്ട്. പഴയ കോഡ്സിന് റിവൈസ് ചെയ്തിട്ടുണ്ട്, ചില കോഡ്സ് ഡിലീറ്റും ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ ഒരു അപ്ഡേറ്റ്സ് വേറെ സെപ്പറേറ്റ് സെക്ഷൻ തന്നെ ഉണ്ട്. അതുപോലെ തന്നെയാണ് ഇൻക്ലൂഷൻ, എക്സ്ക്ലൂഷൻ, ഇതിനൊക്കെ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഞാനിവിടെ ഗൈഡ് ലൈൻസിനെ മാത്രം പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഗൈഡ് ലൈൻസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഗൈഡ് ലൈൻ പറയുന്നത് സെക്ഷൻ 1C 1D 5B ആഡ്സ് T81.49 ആൻഡ് O86.09 ടു ദ ലിസ്റ്റ് ഓഫ് സെപ്സിസ് കോഡ്സ് ദാറ്റ് ഷുഡ് ബി സീക്വൻസ്ഡ് ഫസ്റ്റ്. അപ്പോൾ ഈ ഒരു ഗൈഡ് ലൈൻ നിങ്ങൾ കാണുമ്പോൾ ഞാൻ ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന സെക്ഷൻ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അതായത് സെക്ഷൻ 1C 1D 5B എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു അപ്ഡേറ്റ് എന്ന് പറയില്ല, അതായത് ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇത് എനിക്ക് തോന്നുന്നത് ഈ വീഡിയോ കാണുന്ന ഒരു 90% ആൾക്കാർക്കും ഇതെന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് അല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അതായത് ഈ സെക്ഷൻ 1 എന്ന് പറയുന്നത്, അതായത് നമുക്ക് ഒരുപാട് സെക്ഷൻസ് നമുക്ക് ക്ലാസിഫൈ ചെയ്ത് തന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 3 സെക്ഷൻസ് ആണ്. അതിൽ സെക്ഷൻ 1 ആണ് കൺവെൻഷൻസ്, ജനറൽ കോഡിംഗ് ഗൈഡ് ലൈൻസ് ആൻഡ് ചാപ്റ്റർ സ്പെസിഫിക് ഗൈഡ് ലൈൻസ്. ഈ സെക്ഷൻ 1നെ പിന്നെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് സെക്ഷൻ C അല്ല, C എന്ന് പറഞ്ഞിട്ട് ചാപ്റ്റർ സ്പെസിഫിക് ഗൈഡ് ലൈൻസ്. അപ്പോൾ A എന്ന് പറയുന്നത് കൺവെൻഷനും B എന്ന് പറഞ്ഞ ജനറൽ കോഡിംഗ് ഗൈഡ് ലൈൻസുമാണ്. നിങ്ങൾ ആ ഒരു ഗൈഡ് ലൈൻ സെക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ ഫസ്റ്റ് 1 എന്ന് പറയുന്നത് ചാപ്റ്റർ 1 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ദാറ്റ് ഇസ് സർട്ടൻ ഇൻഫെക്ഷൻസ് ആൻഡ് പാരസൈറ്റിക് ഡിസീസ്. അതുപോലെ തന്നെയാണ് ആ ചാപ്റ്റർ 1 D പോയിന്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും സെപ്സിസ്, സിവിയർ സെപ്സിസ് ആൻഡ് സെപ്റ്റിക് ഷോക്ക് ഇൻഫെക്ഷൻ റെസിസ്റ്റന്റ് ടു ആൻറ്റിബയോട്ടിക്സ് ആണ്. അതിൽ 5ാമത്തെ പോയിന്റ് എടുക്കുകയാണെങ്കിൽ സെപ്സിസ് ഡ്യൂ ടു പോസ്റ്റ് പ്രൊസീജിയറൽ ഇൻഫെക്ഷൻ. അതിൻ്റെ ഒരു സബ്സെക്ഷനാണ് Bയിൽ, ദാറ്റ് ഈസ് സെപ്സിസ് ഡ്യൂ ടു പോസ്റ്റ് പ്രൊസീജിയറൽ ഇൻഫെക്ഷൻ. ഈ Bയിലാണ് നമുക്ക് ഈ ഗൈഡ് ലൈൻസ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കുക, ഇങ്ങനെ സെക്ഷൻ 1C 1D 5B എന്ന് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വർഷം ഏത് അപ്ഡേറ്റ് ആണോ വന്നത് അവിടെ ഹൈലൈറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ബോൾഡിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഗൈഡ് ലൈൻസ് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതായത് ഇപ്പോൾ ഞാൻ ആ സെക്ഷൻ 1 C 1D 5B എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുകയാണ്. ഞാൻ കുറച്ച് സെക്ഷൻ ആഡ് ചെയ്തിട്ടുള്ളൂ, മീൻസ് കുറച്ച് പോയിന്റ്സ് ആഡ് ചെയ്തിട്ടുള്ളൂ. അതിൽ നോക്കിക്കഴിഞ്ഞാൽ ആ സെപ്സിസ് ഡ്യൂ ടു പോസ്റ്റ് പ്രൊസീജിയറൽ ഇൻഫെക്ഷൻസിൽ കണ്ടോ, കോഡ് ആഡ് ചെയ്തിരിക്കുന്നത് T81.49 ആൻഡ് O86.09. അപ്പോൾ ഇതിൽ പറയുന്നത് T81.49 എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻ ഫോളോയിങ് എ പ്രൊസീജിയർ അതർ സർജിക്കൽ സൈറ്റും, അതുപോലെ തന്നെയാണ് O86.09 എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷനോ ഒബ്സ്ട്രറ്റിക് സർജിക്കൽ വൂണ്ട് അതർ സർജിക്കൽ സൈറ്റും. ഈ 2 കോഡുകൾ ഗൈഡ് ലൈൻസിൽ ആഡ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഗൈഡ് ലൈൻസ് 2025 ICD 10CM അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ അപ്ഡേറ്റ്സ് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അങ്ങനെ ആ ഒരു PDF ഫയലിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സെക്ഷൻ കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇങ്ങനെ ജസ്റ്റ് കോഡ്സ് ആഡ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ കോഡ് ചെയ്യാൻ നേരത്തും നമ്മളതിൻ്റെ ടെക്നിക്കുകൾ യൂസ് ചെയ്തിട്ട് കോഡ്സുകൾ മാറും. അതായത് T81.41 to T81.43 ആ ഒരു ഏരിയയിൽ ഈ ഒരു കോഡും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ സ്പെസിഫിസിറ്റി എന്താണ് എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ കോഡ് ചെയ്യാൻ. അതായത് അൺസ്പെസിഫൈഡും അതർ സ്പെസിഫൈഡും എങ്ങനെയൊക്കെ കോഡ് ചെയ്യണമെന്ന് ഞാൻ എൻ്റെ ചാനലിൽ തന്നെയാണ് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഫോളോ ചെയ്തിട്ട് വേണം കോഡ്സ് അപ്ലൈ ചെയ്യാൻ. അപ്പോൾ ഇതാണ് 1ാമത്തെ ഗൈഡ് ലൈൻസിൻ്റെ അപ്ഡേറ്റ്. ഇനി 2ാമത്തെ ഗൈഡ് ലൈൻ സെക്ഷൻ 1C2 E2 റിവൈസസ് ദ ഫസ്റ്റ് സെൻറ്റൻസസ് ടു reiterate that if a patient admission or encounter is chiefly for the administration of chemotherapy, immunotherapy or external beam radiation therapy assign. അതായത് ജസ്റ്റ് ഒരു പോയിന്റ് മാത്രമാണ്. അതായത് ഇവിടെ ഒരു ടേം കയറി ചെന്നു, അതായത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, ചീഫ്ലി എന്ന് പറയുന്ന ഒരു പോയിന്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു
സെൻറ്റൻസ് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് ചാപ്റ്റർ 2-ലാണ്, അതായത് നിയോപ്ലാസം എന്ന് പറയുന്ന ചാപ്റ്ററിൽ വന്ന ഗൈഡ് ലൈനാണ്. ജസ്റ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഇതിൽ ചീഫ്ലി എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് അല്ലെങ്കിൽ ആ ഒരു ടേം മാത്രം എന്ത് ചെയ്തുകൊണ്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അതായത് ഒരു പേഷ്യൻറ്റ് കീമോതെറാപ്പിക്കോ ഇമ്മ്യൂണോതെറാപ്പിക്കോ അല്ലെങ്കിൽ റേഡിയേഷൻ തെറാപ്പിക്കോ വന്നു കഴിഞ്ഞാൽ ആദ്യം അതിൻ്റെ കോഡ് ആദ്യം കൊടുക്കുക. അതായത് ഓൾറെഡി നമ്മൾ ഗൈഡ് ലൈൻ പഠിച്ച കാര്യങ്ങളാണ്. അതായത് എന്താണ്, പേഷ്യൻ്റ് കീമോതെറാപ്പിക്ക് വേണ്ടി മാത്രം വന്നാൽ നമുക്ക് റിസെറ്റ് കോഡുണ്ട്, അതുപോലെ ഇമ്മ്യൂണോതെറാപ്പിക്ക് വേണ്ടി വന്നു കഴിഞ്ഞാൽ ഒരു സെറ്റ് കോഡുണ്ട്, അതുപോലെ റേഡിയേഷൻ തെറാപ്പിക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സെറ്റ് കോഡുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നിയോപ്ലാസം ഏതാണോ അതിൻ്റെ കോഡ്സ് അസൈൻ ചെയ്യണം. ഇത് മൂന്നിന് വന്നാലും നമ്മൾ സെറ്റ് കോഡുകൾ ആദ്യം കൊടുത്തതിന് ശേഷം ഏത് നിയോപ്ലാസമാണോ പേഷ്യൻ്റ് ഉള്ളത് അത് അസൈൻ ചെയ്യുക. ഇത്രയേ ഉള്ളൂ. അവിടെ ഒരു ചീഫ്ലി എന്ന് പറയുന്ന ഒരു ടേം അതിൽ ആഡായി, അത്രയേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും ഇതിൽ വന്നിട്ടില്ല. അടുത്ത മൂന്നാമത്തെ ഗൈഡ് ലൈൻ പറയുന്നത് സെക്ഷൻ 1(c)(2)(s) adds C84.7b to the list of codes to assign for breast implanted associated anaplastic large cell lymphoma, and section 1(c)(2)(t) revises the guidelines for the secondary malignant neoplasm of lymphoid tissue. ഇതും ചാപ്റ്റർ 2-ൽ വന്ന ചെറിയൊരു അപ്ഡേറ്റ് ആണ്. ഒരു കോഡ് ആഡായി, അത്രയേ ഉള്ളൂ. അതിൽ വേറെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ദാറ്റ് ഈസ് നമ്മൾ ആ ചാപ്റ്റർ 2-ൽ നമ്മൾ എസ് എന്ന് പറഞ്ഞ പോയിന്റ് എടുക്കുമ്പം ദാറ്റ് ഈസ് BIA ALCL എന്ന് പറയുന്ന ഒരു സെക്ഷനാണ്. ദാറ്റ് ഈസ് ബ്രസ്റ്റ് ഇംപ്ലാന്റഡ് അസോസിയേറ്റഡ് അനാപ്ലാസ്റ്റിക് ലാർജ് സെൽ ലിംഫോമയിൽ വന്ന ഒരു ചേഞ്ച് മാത്രമേ ഉള്ളൂ. അതിൽ ഒരു കോഡ് ആഡായി, കണ്ടോ, C84.7b, അതായത് C84.7a അതേ സെൻറ്റൻസ് തന്നെയാണ് ഇൻ റെമിഷനും കൂടെ ആഡായി എന്ന് മാത്രമേ ഉള്ളൂ. ഇൻ റെമിഷൻ എന്താണെന്നൊക്കെ നമ്മൾ നിയോപ്ലാസത്തിൽ അപ്ലൈ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. അപ്പം ഞാൻ അതിനെപ്പറ്റിയൊന്നും പറയുന്നില്ല. ജസ്റ്റ് നിങ്ങൾ ഇതിൽ വന്ന ചേഞ്ചസ് മാത്രം നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. അതായത് ഇതിൽ ഒരു കോഡ് ജസ്റ്റ് ഒന്ന് ആഡായി എന്ന് മാത്രമേ നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അടുത്ത നാലാമത്തെ പോയിന്റ് പറയുന്നത് സെക്ഷൻ 1(c)(4)(1)(a) adds the guideline for E10.a, that is type 1 diabetes mellitus pre-symptomatic. ഇവിടെ വന്നിരിക്കുന്നത് ഒരു പുതിയ ഗൈഡ് ലൈനാണ്. അതായത് നമുക്ക് ഇവിടെ ഡയബറ്റീസ് ആണ് പറയുന്നത്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ചാപ്റ്റർ 4-ലാണ് നമുക്ക് അപ്ഡേറ്റ്സ് വന്നിരിക്കുന്നത്. പുതിയൊരു ഗൈഡ് ലൈനാണ്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അതായത് നമ്മൾ ടൈപ്പ് ഓഫ് ഡയബറ്റീസിൽ ടൈപ്പ് 1 ഡയബറ്റീസിൻ്റെ പ്രീ സിംറ്റമാറ്റിക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് കോഡ് E10.a ടൈപ്പ് 1 ഡയബറ്റീസ് മെലിറ്റസ് പ്രീ സിംറ്റമാറ്റിക് ആർ അസൈൻഡ് ഫോർ early സ്റ്റേജ് ടൈപ്പ് 1 ഡയബറ്റീസ് ദാറ്റ് പ്രെഡേറ്റ്സ് ദ ഓൺസെറ്റ് ഓഫ് സിംറ്റംസ്. അതായത് നമുക്ക് ടൈപ്പ് 1 ഡയബറ്റീസ് ആണെങ്കിൽ അതിൻ്റെ സിംറ്റംസിനെ ബേസ് ചെയ്ത് പുതിയ കോഡുകൾ ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അത്രയേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഏരിയ തന്നെയാണ്. പ്രത്യേകിച്ച് സീക്വൻസിങ് കാര്യങ്ങൾ ഇതിൻ്റെ അകത്തൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ മനസ്സിലാക്കുക, ടൈപ്പ് 1 ഡയബറ്റീസ് പ്രീ സിംറ്റമാറ്റിക് ആണെന്ന് ഡയഗ്നോസ് ചെയ്ത് വരികയാണെങ്കിൽ പേഷ്യൻ്റെ സിംറ്റംസിനെ ബേസ് ചെയ്തുകൊണ്ട് കോഡ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതനുസരിച്ച് അസൈൻ ചെയ്യുക. ഇനി ഫൈനലി ഒരു ചെറിയൊരു കാര്യം കൂടെ മാത്രമേ ഉള്ളൂ. ദാറ്റ് ഇസ് സെക്ഷൻ 1(21)(c)(3) include a revision to account for descriptor changes to Z17. അതായത് Z17-ൽ ചെറിയൊരു ചേഞ്ച് വന്നു. ചാപ്റ്റർ 21 ആണ്, സെക്ഷൻ 1-ൽ ചാപ്റ്റർ 21-ലാണ് ആ ഒരു പോയിന്റ് പറയുന്നത്. ദാറ്റ് ഈസ് കാറ്റഗറീസ് ഓഫ് സെറ്റ് കോഡ്, ദാറ്റ് ഈസ് സ്റ്റാറ്റസിൽ Z17 ഈസ്ട്രോജൻ ആൻഡ് അതർ ഹോർമോൺസ് ആൻഡ് ഫാക്ടേഴ്സ് എന്നുള്ള ആ ഒരു ടേം മാത്രമേ വന്നിട്ടുള്ളൂ. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ജസ്റ്റ് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. അങ്ങനെ മൊത്തം 5 അപ്ഡേറ്റ്സുകളാണ് നമുക്ക് ഗൈഡ് ലൈൻസിൽ വന്ന കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നന്നായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. ഒക്ടോബർ 1-ന് ശേഷം എക്സാം എഴുതുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇത് അപ്ലൈ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് പറയാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് അലർട്ടായിട്ടിരിക്കുക. അതുപോലെ ഇൻ്റർവ്യൂസിന് പോകുന്നവർ ഉറപ്പായിട്ടും പഠിച്ചിട്ട് പോകേണ്ട കാര്യങ്ങളാണ്. കാരണം ഉറപ്പായിട്ടും അവർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനും കൂടിയായിരിക്കും. അപ്പോൾ ഈ ഒരു 5 അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കുക. ഓക്കെ.